സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ വി.സി. മോഹനൻ കുന്നുമലിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് വൈസ് ചാൻസലർ ഗവർണറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് വി.സി. ഗവർണർക്ക് വിശദീകരണം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങോട്ട് ചാൻസലർ കൂടിയായ ഈ ഗവർണർ രജിസ്ട്രാർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുന്നത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും ഇത് സംബന്ധിച്ച് വരാൻ പോകുന്ന സാധ്യതകളും എത്തരത്തിലായിരിക്കും അർജുൻ? സംഗീത, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സെനറ്റ് ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് രജിസ്ട്രാർക്കെതിരെ ഇപ്പോൾ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് വൈസ് ചാൻസലർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സെനറ്റ് ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറുടെ ഇടപെടലിൽ ഒന്നാകെ തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് രജിസ്ട്രാർ അന്ന് ആ സെനറ്റ് ഹാളിൽ പെരുമാറിയത്. കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്ത ബോധം കാണിക്കാതെ ഇടപെട്ടു എന്നുള്ള വിലയിരുത്തലുണ്ട്. ആരോപിക്കപ്പെട്ട മതചിഹ്നം എന്താണെന്നോ അത് ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്നോ വ്യക്തമാക്കാൻ രണ്ടാമത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രജിസ്ട്രാർ തയ്യാറായില്ല. ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം ഏത് മതചിഹ്നമാണ് ഉപയോഗിച്ചതെന്ന് സംബന്ധിച്ച് നൽകാൻ രജിസ്ട്രാർ തയ്യാറായിട്ടില്ലെന്നാണ് പറയുന്നത്. ഹാളിനുള്ള അനുമതി റദ്ദാക്കിയ രജിസ്ട്രാറുടെ ധിക്കാരപരമായ നടപടിയിൽ അതിശയം പ്രകടിപ്പിക്കുന്നുവെന്നും വൈസ് ചാൻസലർ രാജ്ഭവന് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ അത് നിയമപരമായി ഏതെങ്കിലും മതത്തിന്റെ ചിഹ്നമാണെന്ന് പറയാൻ കഴിയില്ല എന്നും വൈസ് ചാൻസലർ നിലപാടെടുക്കുന്നുണ്ട്. ഗവർണറുടെ നിലപാട് എന്താണോ അതിന് സമാനമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ വൈസ് ചാൻസലറും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണറോട് ആഭ്യന്തര അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതിനോടൊപ്പം ബാഹ്യമായിട്ടുള്ള അന്വേഷണവും ഇക്കാര്യത്തിൽ വേണമെന്ന നിർദ്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയായിരിക്കും ചാൻസലറായിട്ടുള്ള ഗവർണർ സ്വീകരിക്കുക എന്നുള്ളതാണ് സംഗീത പറഞ്ഞതുപോലെ തന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ നടത്താൻ കഴിയും. ഒന്ന്, രജിസ്ട്രാറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ശുപാർശ ചെയ്യുകയാണ്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല. കാരണം സിൻഡിക്കേറ്റിന്റെ അംഗീകാരം വേണം രജിസ്ട്രാറെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ. ഇടത് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് എന്തായാലും അക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കില്ല. പക്ഷേ ശുപാർശ ചെയ്യാനുള്ള സാധ്യത മുന്നിലുണ്ട്. രാജ്ഭവൻ അത്തരത്തിലൊരു നീക്കം നടത്താം. അല്ലെങ്കിൽ ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, രജിസ്ട്രാർ അതിൽ ഇടപെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ സമീപിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. മറ്റൊന്ന്, വൈസ് ചാൻസലറുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കലാണ്. ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റാം എന്ന് ആവശ്യപ്പെടാനും ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ കഴിയും. എന്തായാലും ഇക്കാര്യത്തിൽ ഈ സാധ്യതകളൊക്കെയാണ് ഇതിൽ നിലനിൽക്കുന്നത്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.